ആ ഒരു രീതിയിലേക്ക് ഒരു ഷോർട്ട് പീരിയഡിനുള്ളിൽ എത്തിയത് എന്ന്. ആ സമയത്ത് നമുക്ക് നിർത്തി പോകാനൊക്കെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജർമ്മൻ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് വന്നിട്ട് പോലും. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നല്ലൊരു വെതറാണ്, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ജർമ്മൻ പെട്ടെന്ന് പഠിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ലെവലിൽ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ജർമ്മൻ സംസാരിക്കാൻ പറ്റും. സോ എങ്ങനെയാണ് ഞാൻ ആ ഒരു രീതിയിലേക്ക് ഒരു ഷോർട്ട് പീരിയഡിനുള്ളിൽ എത്തിയത് എന്നാണ്. ഐ എം നോട്ട് സെയിങ് ഐ എം പെർഫെക്റ്റ്, പക്ഷേ എനിക്ക് കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ജർമ്മനിയിൽ വരാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഡോണ്ട് മിസ് ദിസ്. ഒരു രാജ്യത്തേക്ക് നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതായത് അത് നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് മിങ്കിൾ ആവാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ വരുന്നവർക്ക് ജർമ്മൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതിപ്പോൾ മെഡിസിൻ ഫീൽഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലായിക്കോട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും ജർമ്മൻ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതോ ലോസ് ഗേറ്റ്സ്. പോയിന്റ് നമ്പർ 1, ഫൈൻഡ് എ സ്ട്രോങ് റീസൺ. അതായത് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രോങ് റീസൺ വേണം. കാരണം ലാംഗ്വേജ് പഠിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റീസൺ എന്ന് പറയുന്നത് സ്ട്രോങ് അല്ലെങ്കിൽ വി വിൽ ഗിവ് അപ്പ് വെൻ തിങ്സ് ഗെറ്റിംഗ് ഹാർഡ്. അതായത് അതിനൊരു ഹാർഡ് ഫേസസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് നിർത്തി പോകാനൊക്കെ തോന്നും. എനിക്ക് തന്നെ ഞാൻ B1 പഠിക്കുന്ന സമയത്ത്, ജർമ്മൻ B1 ലെവൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്തി പോകണോ, കാരണം അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ നിർത്തി പോവാന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം ഞാൻ എന്നെ തന്നെ റിമൈൻഡ് ചെയ്തു, നോ, എനിക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യണം. അതായിരുന്നു എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. സോ ജർമ്മനിയിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര എസെൻഷ്യൽ ആണ്. ആ ഒരു റീസൺ ആണ് എന്നെ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോട്ടീവായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടാക്കിയെടുക്കുക. സോ പോയിന്റ് നമ്പർ 2, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ് ലേണിംഗ് ടേക്സ് ടൈം. So let's be real. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. തുടക്കത്തിൽ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ഫ്യൂ മന്ത്സ് കൊണ്ട് എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ സംസാരിക്കാൻ പറ്റുമെന്ന്. ബട്ട് ഐ വാസ് റോങ്. ഒരിക്കലും അങ്ങനെ പറ്റില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ജർമ്മൻ പോലുള്ള ലാംഗ്വേജസ് ഒക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും കുറച്ച് മാസങ്ങൾ കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നില്ല. ഈവൻ ഞാനൊരു മലയാളിയാണ്, എന്നിട്ട് പോലും മലയാളം ഒരു കവിതയൊക്കെ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഇത് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുപോലെ തന്നെയാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക, അതിന് ടൈം എടുക്കും. സോ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. ആൻഡ് ഇഫ് യു ഫീൽ സ്റ്റക്ക്, ട്രസ്റ്റ് മീ, യു ആർ ഇംപ്രൂവിങ്. അത് കാരണം ഇവിടെ വന്നപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ B2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം പോലും എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന സമയത്ത് ഞാൻ സ്റ്റക്കായിരുന്നു. എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ മാസങ്ങൾ കഴിയും തോറും ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്നാണ്. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ പറഞ്ഞു, യുവർ ലാംഗ്വേജ് ഈസ് ഇംപ്രൂവിങ്. നിന്റെ ലാംഗ്വേജ് നന്നായിട്ട് നല്ല രീതിയിൽ നീ ഇപ്പോൾ ജർമ്മൻ സംസാരിക്കുന്നുണ്ട് വന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ശരിക്കും അങ്ങനെയാണോ? അപ്പം നമുക്കത് ഫീൽ ചെയ്യില്ല. നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാം, പെട്ടെന്ന് ഞാൻ ജർമ്മൻ നേറ്റീവ്സിനെ പോലെ സംസാരിക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് പറ്റും. പക്ഷെ അത് നമ്മൾ ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ടിപ്പ് നമ്പർ 3,
ടിപ്പ് നമ്പർ 3. ജർമ്മൻസ് 3 കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ കൈ ഇവിടെ ഇതാവുന്നില്ല, നമ്മൾ ഇങ്ങനെയാണല്ലോ കാണിച്ച് ശീലാവുന്നത്. യാ, ഒരു ഗോൾഡൻ ടിപ്പാണ്. കാരണം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ജർമ്മൻ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മാറി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജർമ്മൻ പഠിച്ചത് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. കാരണം എൻ്റെ റിസോഴ്സസ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. ഇപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ വേർബ്സ് ഉണ്ടാവും, നൗൺസ് ഉണ്ടാവും, അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിലാണ് അതിനെ പഠിക്കുക. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അത് നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ദെൻ ടു ജർമ്മൻ. പിന്നെ അതേപോലെ തന്നെ ജർമ്മനിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അവിടെ എത്ര ടൈമാണ് ആക്ച്വലി പോകുന്നത്. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ജർമ്മൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കാനും സംസാരിക്കാനും നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജിൽ തന്നെ മറ്റൊരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് നല്ലൊരു കാര്യം. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സംസാരം ഇമ്പ്രൂവ് ആവും. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോഴും വായിക്കുമ്പോഴും നമുക്കത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആ ഒരു ടൈം ഒരുപാട് മറ്റൊരു രീതിയിൽ കൺസ്യൂം ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ പറ്റും. പക്ഷെ അങ്ങനെ മാറ്റണമെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോൾ ജർമ്മൻ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ടിപ്പ് നമ്പർ 4, ഓവർകമ്മിങ് ദ ഫിയർ ഓഫ് സ്പീക്കിംഗ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ, ഒരു പുതിയ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് നമ്മളൊരു തെറ്റ് പറ്റുകയാണെങ്കിൽ, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേര് അത് കേൾക്കുന്നത്, കുറച്ച് പേര് ചിലപ്പോൾ നമ്മളെ കണ്ട് ചിരിക്കുമായിരിക്കും. അതല്ലാണ്ട് അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. ആൻഡ് യു നോ വാട്ട്, ഒരു കാര്യം പറയാം, ജർമ്മൻ പഠിക്കുന്നവരാണെങ്കിൽ ജർമ്മൻസ് ഒരിക്കലും നമ്മളൊരു നമ്മുടെ പ്രൊനൗൺസിയേഷനിലോ അല്ലെങ്കിൽ നമ്മളെ ഗ്രാമറോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ അവർ ഒരിക്കലും നമ്മളെ കളിയാക്കില്ല. അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഗ്രാമർ കറക്റ്റ് ആയിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലാംഗ്വേജ് പറയാൻ പറ്റില്ല, പെട്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ പറ്റില്ല. നമ്മൾ പേടിയാവും, നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്നൊരു ചിന്ത വരും. അപ്പോൾ അവർ പറയുന്ന ഐഫക് സാക്ക് എന്നാണ്. അതായത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറയുക എന്താണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരൊന്നും കൂടെ ചോദിക്കും എന്താ ഉദ്ദേശിച്ചത്, എന്താ മനസ്സിലായില്ല. അല്ലാണ്ട് അവരൊരിക്കലും, എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ അവർ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ആൻഡ് യു നോ, ഞാനൊരു 100 അല്ല, ഒരു 1000 അല്ല, ലക്ഷക്കണക്കിന് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്സ് ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പെർഫെക്റ്റ് അല്ല, പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. കാരണം നമ്മൾ എന്താണെങ്കിലും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. നമുക്കൊരിക്കലും ഇവിടെ ജനിച്ച് വളർന്ന ഒരാളെ പോലെ അത്രയും 100% കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു ഭാഷ സംസാരിച്ച് പഠിക്കണമെങ്കിൽ മറ്റുള്ളവരോട് ആ ഭാഷ സംസാരിക്കുക തന്നെ ചെയ്യണം. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, ട്രസ്റ്റ് ദ പ്രോസസ്. അതായത് ഞാൻ ഇപ്പോൾ ചിന്തിക്കും, ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഒരുപാട് സമയത്ത് നിർത്തിപ്പോവാം വേണ്ടാന്നൊക്കെ ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഞാൻ ജർമ്മൻ പഠിക്കുന്നതിൻ്റെ ഓരോ പ്രോസസ്സായിരുന്നു എന്ന്. ഞാനിവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റും തോന്നുന്നില്ല, എനിക്ക് ജർമ്മൻ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കഴിഞ്ഞ് വന്നിട്ട് പോലും. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഞാൻ വന്നിട്ട് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണ് ഐ ക്യാൻ സ്പീക്ക് ജർമ്മൻ. ഏതൊരു ജർമ്മൻ ആളോടും എനിക്ക് നന്നായിട്ട് തന്നെ ജർമ്മൻ സംസാരിക്കാൻ പറ്റുമെന്ന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം എന്നെ കൊണ്ട് അത് പറ്റുമെങ്കിൽ എല്ലാവർക്കും അത് പറ്റും. ഇതൊരു പ്രോസസ്സാണ്. ദ വൺ തിങ് വി ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. അതാണ്. ഡോണ്ട് ക്വിറ്റ്, കീപ് ലേണിംഗ്, കീപ് സ്പീക്കിംഗ്. ആൻഡ് ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ടിപ്സ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ ഹെൽപ്ഫുൾ ആണെന്ന്
പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഓൾറെഡി ജർമ്മനിൽ വന്നവരോ ജർമ്മൻ അറിഞ്ഞവരോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്തായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ എന്തായിരുന്നു, അതൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.